നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കാലാകാലങ്ങളിലായി യൂസ് ചെയ്തിരുന്ന റേഷൻ സമ്പ്രദായം തന്നെ അടിമുടി മാറുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഈ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുക, അതുപോലെ തന്നെ BPL APL കാർഡുകൾക്ക് ലഭിക്കുന്ന സാധനങ്ങൾ, സബ്സിഡി ലഭിക്കുന്ന 2 രൂപയ്ക്കും 4 രൂപയ്ക്കും ലഭിക്കുന്ന അരികളെല്ലാം ഇനി നമുക്ക് എത്ര രൂപയ്ക്കായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. തികച്ചും ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, അറിയിപ്പുകൾ, ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷനും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമ്മൾ കാലാകാലങ്ങളിലായി നമ്മൾ റേഷൻ സാധനങ്ങൾ വാങ്ങുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നിരക്കിലും നീല വെള്ള കാർഡുകൾക്ക് ചെറിയ സബ്സിഡിയിലുമാണ് സാധനങ്ങൾ ലഭിക്കുന്നത്. സബ്സിഡി തുക കഴിച്ച് ബാക്കിയുള്ള രൂപക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് 30 കിലോ ധാന്യങ്ങളും ഫ്രീ ആയും, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 2 രൂപ നിരക്കിലുമാണ് നമുക്ക് ഇതുവരെ ധാന്യങ്ങൾ ലഭിച്ചിരുന്നത്. ഇനി പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് റേഷൻ കാർഡ് മസ്റ്റിംഗ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. റേഷൻ കാർഡ് മസ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കി രാജ്യത്ത് മുഴുവനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായിരിക്കും ഇനി റേഷൻ സമ്പ്രദായം നടപ്പിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സബ്സിഡി സാധനങ്ങൾ നമ്മൾ മുഴുവൻ പൈസയും കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയും അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരികയും ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. നമുക്ക് ആ ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി തന്നെ ആദ്യം അറിയാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് ആദ്യം സബ്സിഡി നിരക്കിലായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. വർഷത്തിൽ 12 കുറ്റി ഗ്യാസ് നമുക്ക് അങ്ങനെ സബ്സിഡി നിരക്ക് ലഭിക്കുകയും പിന്നീട് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി തുക നേരിട്ടെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ആയിരിക്കും ഇനി റേഷൻ സാധനങ്ങളുടെയും പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. നമ്മൾ അരിയും മറ്റു സാധനങ്ങളും, വെള്ള കാർഡുകളും ചുവപ്പ് കാർഡുകൾ, മഞ്ഞ എല്ലാ കാർഡുകളും നേരിട്ട് സാധനങ്ങൾ വാങ്ങുകയും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നൽകുന്ന സബ്സിഡി നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. അതിനു മുന്നോടിയായി തന്നെ മസ്റ്റിംഗ് എല്ലാവരും പൂർത്തിയാക്കണം. മസ്റ്റിംഗ് തീയതി ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു മാസം തന്നെ മസ്റ്റിംഗ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മസ്റ്റിംഗ് മുന്നായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ വീഡിയോ കാണുക. മരണപ്പെട്ട ആളുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുക, അതുപോലെ തന്നെ പുതിയ ആളുകളെ റേഷൻ കാർഡിൽ ചേർക്കുക എന്നീ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനായി ചെയ്യുക. മസ്റ്റിംഗ് മുമ്പായി തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് മസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.